ഈ വാച്ചറായിട്ട് തദ്ദേശവാസികളെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ വാച്ചർമാരുടെ മിനിമം വളരെ ചെറിയ ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പോലും മെനക്കെടാത്ത ഒരു ഗവൺമെന്റ്. കാർഷിക മേഖലയ്ക്ക് ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. കാരണം അന്നമുണ്ടെങ്കിലേ നമുക്ക് ജീവിച്ചിരിക്കാൻ ഒക്കൂ. 25-26 കൃഷിക്ക് എന്ത് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാല് ഇവിടെ കൃഷിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അതായത് കൃഷിയും കാർഷികാനുബന്ധ ആവശ്യങ്ങളും മേഖലകളും അവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 7702.09 കോടി രൂപയാണ്. അപ്പൊ കേരള സംസ്ഥാനത്ത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി മാറ്റിവെച്ചിരിക്കുന്നത് 7702.09 കോടി രൂപയാണ്. അത്ര ചെറിയ ഒരു എമൗണ്ട് കൊണ്ട് കേരളത്തിന്റെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് കേരളത്തില്. തെങ്ങുണ്ട്, കശുമാവുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം വിളകളുണ്ട്, റബ്ബറുണ്ട്, നെൽകൃഷിയുണ്ട്, അങ്ങനെ നിരവധി തരം കൃഷികളുള്ള ഒരു കേരളം. ആ കേരളത്തിൽ 7702.09 കോടി രൂപ കൊണ്ട് എന്ത് കാർഷിക വികസനമാണ് സാധ്യമാവുക? അതുകൊണ്ടാണല്ലോ അതായത് വയനാട് ജില്ലയിൽ നിന്ന് ആദിവാസികളെ തന്നെ വാച്ചർമാരായിട്ട് ആന വരുന്നതിന്റെയൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ ആദിവാസികൾക്ക് കുറച്ചും കൂടി ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവിടെ നിന്നുള്ളവർ പറയുന്നത് ആദിവാസികൾ ആനയുണ്ടെന്ന് കേട്ടാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോവില്ല. അതേ സമയത്ത് ആദിവാസികളല്ലാത്ത മൈഗ്രൻസ്, അതായത് അവിടെ സ്ഥിരതാമസമായിട്ടുള്ള പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളവരും ചിലരൊക്കെ വാച്ചർമാരായിട്ടുണ്ട്. ഈ 2 കൂട്ടം വാച്ചർമാർക്ക് അവരുടെ ശമ്പളം കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവർ ആനയുടെ പുറകെ പോകുമോ ആനയുടെ കുത്തു മേടിക്കാനായിട്ട്? അപ്പൊ അതിന് പോലും പൈസ ഇല്ല. ഈ വാച്ചറായിട്ട് തദ്ദേശവാസികളെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ വാച്ചർമാരുടെ മിനിമം വളരെ ചെറിയ ശമ്പളമാണ് അവർക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ പോലും മെനക്കെടാത്ത ഒരു ഗവൺമെന്റ്. അപ്പൊ ഈ കാരണം എന്താ വെച്ചാൽ ബജറ്റിൽ കൊടുത്തിരിക്കുന്നത് 7702.0. ഇത് തന്നെ 7702 എന്ന് പറയുമ്പോ എങ്ങനെയാ കൊടുക്കുക? ശമ്പളവും ഒക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് 5819.86 കോടി. നമ്മൾ പറയുമല്ലോ, എന്താണ് പറയുക, പിന്നെ ആന വരുന്നത് തടയാൻ വേണ്ടിയിട്ട് വൈദ്യുതി പിന്നെ വേലികൾ കെട്ടണം, അതുപോലെ ഒരുപാട് എന്താണ് കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടും. പക്ഷേ മൂലധന ചെലവിനായിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് 1882.23 കോടിയാണ്. അതായത് വൈദ്യുതി വേലി കെട്ടുകയോ മറ്റെന്തൊക്കെയാണോ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത് അങ്ങനെയുള്ള മൂലധന ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിന് ആകെപ്പാടെ 1882.23 കോടി. ഇനി നമ്മൾ CAG റിപ്പോർട്ട് ഒന്ന് എടുത്തു നോക്കിയാലോ. ഇങ്ങനെ ഓരോ വകുപ്പിനും കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ട്, ഇങ്ങനെയുള്ള വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിനെയാണ് പ്ലാൻ ഫണ്ട് എന്ന് പറയുന്നത്. പദ്ധതി വിഹിതം, ആ പദ്ധതി വിഹിതത്തിന്റെ 50% വെട്ടിക്കുറച്ചതായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞിരുന്നു. 2024-25 ബജറ്റിലെ 50% പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. അതിന്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോ ആരോഗ്യ മേഖലയിൽ നോക്കിയാല്, വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാല് ട്രൈബൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, അവർക്ക് ബസ് ഇല്ല, അത് കാരണം അവരൊക്കെ വീട്ടിൽ പോയിരിക്കുകയാണ് സ്കൂളിൽ പോകാതെ. അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചു. നോൺ പ്ലാൻ ഫണ്ട് കൊടുത്തിരിക്കുന്നത് ശമ്പളവും പെൻഷനും ആവശ്യങ്ങളും കൊടുക്കാൻ മാത്രമാണ് തനുള്ളത്. അവിടെ പോലും പിന്നെ കൊടുക്കാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണല്ലോ വാച്ചർമാരുടെ ശമ്പളം കിട്ടുന്നില്ല എന്ന് അവര് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ വിളിച്ച് ആവശ്യപ്പെടാറുണ്ട്, പ്ലീസ് ഞങ്ങളുടെ കാര്യം ഏഷ്യാനെറ്റിലോ മറ്റോ മനോരമയിലോ മാതൃഭൂമിയിലോ ചാനലിലോ ഒന്ന് പറ, അവര് പറഞ്ഞാലെങ്കിലും ഞങ്ങളുടെ ശമ്പളം കിട്ടട്ടെ എന്ന് പറയാറുണ്ട് ആ വാച്ചർമാരുടെ സമൂഹം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഇങ്ങനെ കുറച്ചു മാത്രം കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കാർഷിക മേഖലയ്ക്ക് ഒന്നാം പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ്. കാരണം അന്നമുണ്ടെങ്കിലേ നമുക്ക് ജീവിച്ചിരിക്കാൻ ഒക്കൂ. അത് മാത്രവുമല്ല, 2030 ആകുമ്പോഴത്തേനും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് പട്ടിണിയില്ലാത്ത, പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത, ഇത് രണ്ടും 2 ഗോൾസ്, 17 ഗോൾസ് ആണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടുള്ളത്. അതിലെ 2 എണ്ണമാണ് പട്ടിണി ഇല്ലാത്ത ലോകം, അതുപോലെ
പോഷകാഹാര ദാരിദ്ര്യമില്ലാത്ത ലോകം, ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം കാർഷിക മേഖലയ്ക്ക് വേണ്ടി ആരും നയരൂപീകരണം നടത്താനും ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാനും. അപ്പൊ അത് കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ സോണിച്ചൻ പുളിങ്കുന്നിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗവൺമെന്റിന്റെ കണ്ണ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാല് എല്ലാ തൊഴിലാളി സംഘടന, അതായത് കാർഷിക മേഖലയിലുള്ള എല്ലാ തൊഴിലാളി യൂണിയനുകളും കൂടി ചേർന്ന് നിന്ന് കർഷകരുടെ ആവശ്യങ്ങളാണ് ഇവയൊക്കെ അതായത് ഓർമ്മയുണ്ടല്ലോ, നരേന്ദ്രമോദി മുട്ടുമടക്കിയൊന്നുമില്ല. നരേന്ദ്രമോദി അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു വിട്ടേ ഉള്ളൂ, ഒരു കാര്യം ഇപ്പോഴും നടത്തിയിട്ടൊന്നുമില്ല. അതായത് 800 ദിവസത്തിലധികം നീണ്ട സമരം നടത്തി ഓൾ ഇന്ത്യ കർഷക യൂണിയനുകളെല്ലാം, ഈവൻ BMS പോലും സമരത്തിൽ പങ്കെടുത്തു. എന്നിട്ട് പോലും അവരെ സമാശ്വാസമൊക്കെ പറഞ്ഞു വിട്ടു, കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഇവിടെയും കേരളത്തിലും അതുപോലെ കർഷക യൂണിയൻ, എല്ലാ തരം യൂണിയനുകളും കൂടി ഒന്നിച്ചു നിന്ന് ഗവൺമെന്റിന്റെ മുൻപില് ആവലാതികളും വ്യവലാതികളും പറയണം. അത് മാത്രവുമല്ല, ആശാസമരക്കാര് പോലെ അല്ലല്ലോ കർഷകർ ഈ സംസ്ഥാനത്തെ ഊട്ടുകയും തീറ്റുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഇവിടുത്തെ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പുകളായിട്ട് വളർന്നു വരികയും അവർക്ക് ഇന്റേൺഷിപ്പ് ഫെസിലിറ്റി കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ സർക്കാരിന്റെ മുൻപില് ശക്തമായി നിങ്ങൾ കാർഷിക മേഖലയെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഗവൺമെന്റ് വരുന്നവരെ കാത്തിരിക്കാം എന്നുള്ളതാണ്. ഇനി ആ ഗവൺമെന്റും ഈ ഗവൺമെന്റ് തന്നെ ഇത് തന്നെ എക്സ്റ്റൻഷൻ ആയിരിക്കുമോ, അത് നമ്മുടെ നാട്ടുകാരുടെ യുക്തിബോധം അനുസരിച്ചിരിക്കും. അവർക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും വരണമെന്നാണെങ്കിൽ വരട്ടെ, അതല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല.